പല കമ്പനിയിലും എംപ്ലോയീസിനെ ഹയർ ചെയ്യും, അവർ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കൊഴിഞ്ഞു പോകും. ഒരുപാട് ആളുകൾ പറയുന്നൊരു പരാതിയാണ്. എന്താണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്നുള്ളത് ഞാൻ കൺസൾട്ടിങ് കൊടുക്കുന്ന ആളോട് സംസാരിച്ച സമയത്ത് ഞാൻ ചോദിച്ചു. ഇൻ്റർവ്യൂ ചെയ്യുമ്പം നിങ്ങളുടെ കയ്യിൽ JD ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ ചോദിച്ചാൽ എന്താണ് JD, അതിൻ്റെ ആവശ്യകത എന്താണ്, ഇതൊക്കെ നിർബന്ധമാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത്തരമൊരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കരുതുന്നത്. എന്താണ് JD എന്നുള്ളത്? JD എന്നുള്ളത് ഞാനിപ്പോൾ സിംപ്ലി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഹോട്ടൽ റൺ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്ന് കരുതുക. അപ്പോൾ ആ ഹോട്ടലിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 2 പേരും കൂടെ ആയിരുന്നു ആ ഹോട്ടലിലെ എല്ലാ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്തിരുന്നത്. അപ്പോൾ മൂന്നാമതൊരാൾ ഹയർ ചെയ്യാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് ഒരു JD ഉണ്ടാക്കിയ റോൾ ഒബ്ജക്റ്റീവ്, എന്തിനാണ് ഏത് പോസ്റ്റിലേക്കാണ് ആ ഹയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അപ്പോൾ അയാൾ വിളിക്കുകയാണ്, ഒരാൾ ഇൻ്റർവ്യൂ എന്താണ് ജോലി, നിങ്ങൾ ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്തെന്ന് പറയുന്നതിന് അയാളോട് പറയാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു ഷെഫിനെയാണ്, അല്ലെങ്കിൽ ഒരു ചൈനീസ് കുക്ക് ചെയ്യാൻ അറിയുന്ന ഷെഫിനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു ക്ലീനിങ്ങിൻ്റെ ആളെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള സെയിൽസ് പേഴ്സണാണ്. ഈ ഒരു കാര്യം അയാളുടെ റോള് എന്ത് റോളിലേക്കാണ് എക്സിറ്റ് ചെയ്യുന്നത്, അയാൾ വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ഏത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്, ഏത് ഭാഗത്തിലേക്കാണ് അയാൾ ഹയർ ചെയ്യാൻ പോകുന്നത് ആദ്യം അറിയാമെന്നുള്ള ഒരു JDയുടെ ഫസ്റ്റത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റോളാണ്. ഏത് റോളിലേക്കാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. രണ്ടാമത്തെ സംഭവം, അവർക്ക് വരുന്ന കീ റെസ്പോൺസിബിലിറ്റീസ് ഏരിയ ഏതൊക്കെയാണ്. പല കമ്പനിയിൽ ഹയർ ചെയ്യുമ്പോൾ പറയുന്നത് ഒരു ജോലിയും, പിന്നെ അവരെ ഹയർ ചെയ്തതിന് ശേഷം പല ജോലികളും പറയുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അത്തരമൊരു പ്രവണത കണ്ടുവരാറുണ്ട്. എന്ത് റോളാണ്, ഇപ്പോൾ സെയിൽസിലേക്ക് വരികയാണെങ്കിൽ എന്ത് റോളാണ് അവർ ചെയ്യുക. ഇപ്പോൾ സെയിൽസിലേക്ക് വരികയാണെങ്കിൽ അവരോട് കറക്റ്റായിട്ട് പറയണം, ഞങ്ങൾക്കൊരു ഇവിടെ ഒരു CRM ഉണ്ട്. അപ്പോൾ സെയിൽസിൻ്റെ ഡാറ്റ വരികയാണെങ്കിൽ ഓരോ ഡാറ്റയും നിങ്ങൾ എന്ത് ചെയ്യണം, കോൾ ചെയ്തതിന് ശേഷം CRMൽ എൻട്രി ചെയ്യണം, അതിൻ്റെ ഫോളോ അപ്പ് കൊടുക്കണം, അതിന് നോട്ടിഫിക്കേഷൻ ചെയ്യണം. ഇങ്ങനെയൊക്കെ അവർക്ക് ഉണ്ടാകുന്ന ഇവിടെ ടാർഗറ്റ് ഉണ്ടാവും, ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയ ഉണ്ടാവില്ല, കീ റെസ്പോൺസിബിലിറ്റി ഏരിയ ഉണ്ടല്ലോ, അത് പറഞ്ഞു കൊടുക്കുക. നേരത്തെ പറഞ്ഞ ഒരു ഷെഫാണ്, ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്താണ് ഞങ്ങൾ ഹയർ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഒരു ഷെഫിന് വേണ്ടത് ചൈനീസ് ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയുന്ന ഷെഫിനെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് വേണ്ടത്. ആ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ ചോദിക്കുന്നതാണ്. അവരുടെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കും, KR എന്നൊക്കെ പറയും, കീ റെസ്പോൺസിബിലിറ്റീസ് ഏരിയ ഏതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എന്തായിരുന്നു ആ JDയിൽ ഉണ്ടായിരിക്കണം. അതൊക്കെ ഇൻ്റർവ്യൂവിന് മുമ്പ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. മൂന്നാമത്തെ കാര്യം സ്കിൽ ആൻഡ് കോമ്പറ്റൻസീസ് ആണ്. എന്തൊക്കെ സ്കില്ലുകളാണ് അയാൾക്ക് വേണ്ടത്. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ ചൈനീസ് ആണെങ്കിൽ ചൈനീസിൽ ഏതൊക്കെ ഐറ്റംസാണ് അയാൾക്ക് ഉണ്ടാക്കാൻ അറിയാം ഷെഫിൻ്റെ, അതിന് എന്തൊക്കെ സ്കില്ലുകളുണ്ട്. ഒരു സെയിൽസിലേക്കാണെങ്കിൽ സെയിൽസിലെ എക്സ്പീരിയൻസ് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം. ഇങ്ങനത്തെ ഏതൊക്കെ സ്കില്ലുകളാണ് ഉള്ളത് എന്നുള്ളത് ഈ JDയിൽ ഉണ്ടായിരിക്കണം. ആ സ്കില്ലുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾ അയാളോട് സംസാരിച്ചിട്ട് മനസ്സിലാക്കിയും വേണം. നാലാമത്തെ കാര്യം റിപ്പോർട്ട് സ്ട്രക്ചറാണ്. റിപ്പോർട്ട് സ്ട്രക്ചർ നിങ്ങൾ ആർക്കൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ സെയിൽസ് വരികയാണെങ്കിൽ നിങ്ങൾ സെയിൽസ് മാനേജർക്ക് എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ CEOക്ക് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ടീം ലീഡർക്ക് റിപ്പോർട്ട് ചെയ്യണം. ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, CEOക്കൊന്നും വരില്ല, ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ആ ഒരു JDയിൽ ഉണ്ടായിരിക്കണം. ഓരോ കാര്യങ്ങളും ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അഞ്ചാമത്തെ ഒരു കാര്യമാണ് പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്, KPI. അവരുടെ കീ പെർഫോമൻസ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ടോട്ടൽ നിങ്ങൾക്ക് ഡാറ്റ തന്നു കഴിഞ്ഞാൽ സെയിൽസിലാണെങ്കിൽ എത്ര ഡാറ്റയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ടോട്ടൽ നിങ്ങൾക്ക് സെയിൽസിലാണെങ്കിൽ എത്ര ഡാറ്റ നിങ്ങൾക്ക് കിട്ടി, ആ ഡാറ്റയിൽ എത്ര കൺവേർഷൻ റേഷ്യോ ഉണ്ട്, ആ ഡാറ്റയിൽ എത്ര നോട്ട് കണക്റ്റഡ് ഉണ്ട്, എത്രയാണ് അതിന് റിട്ടൻഷൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ എങ്ങനെയാണ് നമ്മളോട് മെഷർ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കൂടെ നിങ്ങളുടെ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് മുമ്പ് റെഡിയാക്കി വെച്ചിട്ട് വേണം ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി. പ്രോംപ്റ്റ് വേണ്ട ആളുകൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ ആ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത്തരം ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ ഇത് ഇൻസ്റ്റാളാണ് കാണുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, പ്രോംപ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രോംപ്റ്റ് സെറ്റ് ചെയ്ത് തരാം.